സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട SKSM പ്രവർത്തകന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു ധന്യമാക്കുകയും ചെയ്യുന്ന അറിവിന്റെ ഇൽമിന്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളും ഖുർആനിക പഠനവും എന്തിന് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇന്നല്ലെങ്കിൽ നാളെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോ മനസ്സമാധാനത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അപമാനിക്കപ്പെടാതെ അള്ളാഹുവിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കണം എന്ന സദുദ്ദേശത്തോടെയാണ് വിശുദ്ധ ഖുർആനിന്റെ പഠനവും ഇതുപോലെയുള്ള ഖുർആനിക സംഗമങ്ങളും നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. കാരണം ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും, ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും, റബ്ബ് നിശ്ചയിച്ച മരണം അതേത് നിമിഷവും നമ്മളെ തേടിയെത്തും. ലോകത്തൊരാൾക്കും തടയാനോ പ്രതിരോധിക്കാനോ സാധ്യമല്ലാത്ത നിലക്ക് പല കുടുംബത്തിലും പലരുടെയും ജീവിതത്തിലും ആ മരണം പല രൂപത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം സ്വന്തം നാടിന്റെ തൊട്ടടുത്തുള്ള നാട്ടിൽ ഒരു മരണം സംഭവിക്കുകയുണ്ടായി. പറക്കമുറ്റാത്ത 3 പെൺകുഞ്ഞുങ്ങളുള്ള ഒരു ഉമ്മ ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോ കുടുംബക്കാര് ചിലര് കൂട്ടി പരിശോധനക്കായി കൊണ്ടുപോയി. പരിശോധിച്ച ഡോക്ടർമാര് 3-4 ബ്ലഡിന്റെ ടെസ്റ്റ് എടുത്ത് ചെയ്യുകയും അതൊരു വലിയ അസുഖമാണെന്ന് പറയുകയും ചെയ്തതോടുകൂടി ഏകദേശം 16 വർഷത്തോളം പ്രവാസ ലോകത്ത് ജോലി ചെയ്തിരുന്ന ആ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയെ പരിപാലിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വിമാനം കയറി. നാട്ടിലെത്തിയതിനു ശേഷം തുടർ ചികിത്സക്ക് വേണ്ടി തന്റെ പെണ്ണിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ട് ആശുപത്രിയിൽ ചില ടെസ്റ്റുകൾക്കും ചില മരുന്നുകൾക്കും വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, റോഡിന്റെ മറുഭാഗത്തുള്ള ഷോപ്പിൽ ചെന്ന് ഞാൻ നിനക്ക് വെള്ളം വാങ്ങിക്കൊണ്ടുതരാം. റോഡ് മുറിച്ച് കടന്നു വെള്ളം വാങ്ങി തിരിച്ച് റോഡ് മുറിച്ച് കടക്കുമ്പോഴേക്കും ചീറിപ്പാഞ്ഞു വന്ന ഒരു വാഹനം ആ ചെറുപ്പക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും നിമിഷ നേരം കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതാവുകയും ചെയ്തപ്പോ ഇന്നും ആ മരണം കണ്ട് സങ്കടത്തോടുകൂടി പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് പടച്ച റബ്ബേ ഇങ്ങനെയൊക്കെ നീ മരിപ്പിക്കുന്നത് എന്ന. പക്ഷെ ആർക്കൊക്കെ വേദനയുണ്ടെങ്കിലും ആരൊക്കെ സങ്കടപ്പെടുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും ആ മരണം നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാ മുൻഗാമികളിൽപ്പെട്ട തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ പാടിയിട്ടുണ്ട്, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ. ആദമിന്റെ മക്കളെ, നിങ്ങളെ നിങ്ങളുടെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത് കരയുന്നവനായിക്കൊണ്ടാ. ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും, ഡോക്ടർമാര് വെപ്രാളപ്പെടും, കുടുംബക്കാരൊക്കെ വല്ലാതെ പ്രയാസപ്പെടും. അങ്ങനെ ഒരു ജനിക്കപ്പെട്ട കരയുന്നവനായി ജനിക്കപ്പെട്ട അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾക്ക് എന്തേ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ.
അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ചിരിച്ചവരാ. നിന്റെ കരച്ചിൽ കണ്ട് നിന്റെ കുടുംബക്കാരും നിന്റെ ബന്ധുക്കളും ഒന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ, നീ ജനിച്ച അന്ന് അവർക്ക് നടുവിൽ കരയുമ്പോ നിന്റെ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ നിന്റെ കുടുംബക്കാര്. എങ്കിൽ ഫഅ്മൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. ചുറ്റുഭാഗത്തും ആളുകൾ കൂടിയിരുന്ന് കരയുമ്പോ, നിന്നെ ഓർത്ത് ഓരോരുത്തരും സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുമ്പോ, നീ ചെയ്ത ഓരോ കാര്യങ്ങളും ആലോചിച്ച് കുടുംബക്കാരും ബന്ധുക്കളും സങ്കടപ്പെടുമ്പോ, അവർക്ക് നടുവിൽ ഒന്നും അറിയാത്തവനെ പോലെ കിടന്ന് നിന്റെ സൃഷ്ടാവിന്റെ അരികിലേക്ക് പോകേണ്ട ഒരു ദിനം നമ്മളെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട്. ആ തിരിച്ചുള്ള യാത്ര ഏറ്റവും മനോഹരമായി നിനക്ക് നിന്റെ സൃഷ്ടാവിന്റെ അരികിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഫഅ്മൽ ബിനഫ്സിക, നിന്റെ ഖബറും നിന്റെ പരലോകവും രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. തിരിച്ചുള്ള യാത്ര ഏത് നിമിഷവും നിശ്ചയിക്കപ്പെട്ടു. ലോകത്തൊരു ശക്തിക്കും ആ മരണത്തെ തടയാൻ സാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നവനാണ് നീയെങ്കിൽ, തീർച്ചയായും തിരിച്ചുള്ള യാത്രക്ക് മുൻപ് നിന്റെ ജീവിതത്തിൽ നാളെ സൃഷ്ടാവിന്റെ മുൻപിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കാനുള്ള വകുപ്പ് നീ കണ്ടെത്തണം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ആവർത്തിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. തീർച്ചയായും മനുഷ്യരിൽ ഓരോരുത്തർക്കും അവർ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും നാളെ റബ്ബിന്റെ അരികിൽ കാണാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നാടും നഗരങ്ങളും ഏറെ മാറിക്കൊണ്ടിരിക്കുകയാ. കേട്ടാൽ അറയ്ക്കുന്ന വാർത്തകളും അമ്പരപ്പോടുകൂടി ചിന്തിക്കുന്ന കഥകളും മാത്രമേ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കാനുള്ളൂ. 19 വയസ്സുകാരൻ മാതാവിന്റെ തലവെട്ടിപ്പൊളിക്കുന്നു. 23 വയസ്സുകാരൻ കുടുംബത്തിലെ 6 പേരെ നിഷ്കരുണം കൊന്നു തള്ളുന്നു. പ്രാണനെ പോലെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കേണ്ട ഭാര്യമാർ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നു. കാമുകിമാർക്ക് വേണ്ടി ഭാര്യയെ വിഷം കൊടുത്തു കൊല്ലാൻ ഭർത്താക്കന്മാര് തയ്യാറാകുന്നു. ഒരു ഭാഗത്ത് സാംസ്കാരികപരമായും മനുഷ്യന്റെ ജീവിതപരമായും മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന നാണം കെട്ട ജീവിതത്തിലേക്ക് പോകുമ്പോ, മറുഭാഗത്ത് ഇതെല്ലാം തിരുത്തി കൊടുക്കുകയും ഇതല്ല ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട മതപുരോഹിതന്മാര് പോലും ഈ മതത്തെ വാണിജ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇല്ലാത്ത കെട്ടുകഥകളും മായാവിക്കഥകളും മനുഷ്യന്റെ ചിന്തകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇല്ലാത്ത കള്ളക്കറാമത്ത് കഥകളുമായി ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ പലരും അന്ധകാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. അപസ്മാരം ബാധിച്ച പെൺകുട്ടിക്ക് ചികിത്സ പാടില്ലെന്ന് അവർ പഠിപ്പിക്കുന്നു. മന്ത്രി ചൂതിയ ഏലസിന്റെ മുൻപിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ട് പോലും ആ മതത്തിന്റെ ശരിയായ വശങ്ങളെക്കുറിച്ച് പഠിക്കാൻ പലരും തയ്യാറാവുന്നില്ല. 9 മാസം ഗർഭം ധരിച്ച പെണ്ണ് വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ വെച്ച് ജീവിതത്തോട് മല്ലടിച്ച് പ്രസവിച്ചപ്പോ മരിച്ചുപോയ കുഞ്ഞിനെയും മരണപ്പെട്ടു പോയ തന്റെ ഭാര്യയുടെയും പൊക്കിൾക്കൊടി വേർപ്പെടുത്താൻ വേണ്ടി കടകളിൽ ചെന്ന് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്ന് മനസ്സാക്ഷി കുത്തില്ലാതെ തന്റെ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റുന്ന പുരോഹിത വർഗത്തിലേക്കാണ് ഇന്ന് പലരും മുസ്ലിം ഉമ്മത്തിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മരണപ്പെട്ടവർ മുരീദന്മാരാണെങ്കിൽ, ഇന്ന ശൈഖിന്റെ മുരീദന്മാരാണെങ്കിൽ അവർക്കൊന്നും മരണമില്ലെന്ന് പഠിപ്പിച്ചതിന്റെ പരിണിത ഫലമാണ് മലപ്പുറം ജില്ലയിൽ മരിച്ച ഭർത്താവിന്റെ മയ്യത്ത് 3 മാസം ഒരു പെൺകുട്ടി ചാക്കിൽ പൊതിഞ്ഞ് കാത്തുവെച്ചു. എന്തിന്റെ പേരിൽ? ആത്മാവ് തിരിച്ചു വരുമെന്നും ആത്മാവിന് തിരിച്ച് ജീവിതത്തിൽ ശരീരത്തിൽ കയറാൻ പറ്റുമെന്നും ചില പുരോഹിതന്മാര് പഠിപ്പിച്ചതിന്റെ പേരിൽ. അവിടെയാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, സമൂഹത്തിനിടയിൽ കുടുംബങ്ങൾക്കിടയിൽ മതപരമായ എന്തെങ്കിലും പ്രയാസത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് ഏതെങ്കിലും ആളുകൾ വിശദീകരിക്കുന്ന വിശദീകരണത്തിലേക്ക് മാത്രമല്ല. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദു ഇലല്ലാഹി വറസൂൽ. അഖിലാണ്ട മണ്ഡലങ്ങൾ അണിയിച്ചൊരുക്കി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന പറവുകളെയും ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കുള്ളിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയും ഭൂമിക്കടിയിലുള്ള മണ്ണിരകളെയും ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ സൃഷ്ടാവിലേക്ക്, ആ സൃഷ്ടാവ് അറിയിച്ചു തന്ന വെളിച്ചത്തിലേക്ക് നിനക്കെന്നു മടങ്ങാൻ സാധിക്കുന്നോ ഈ സമൂഹം രക്ഷപ്പെടും.
ഈ ജനത രക്ഷപ്പെടും. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല.